പരിശുദ്ധമായ മുഹറം ആദ്യ പത്തിലാണ് നമ്മളുള്ളത് അല്ലേ. 5 കാര്യങ്ങൾ ഈ ആദ്യ പത്തിൽ സംഭവിച്ചു പോയാൽ ഒരു കൊല്ലം നിങ്ങൾ പ്രയാസപ്പെടും, ജീവിതമാകെ ബുദ്ധിമുട്ടിലാകും, ജീവിതത്തിൻ്റെ തകർച്ചക്കത് നിമിത്തമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില സംശയങ്ങളുണ്ട്. ഉസ്താദെ, മുഹറം മാസത്തിൽ അങ്ങനെ നല്ലതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ, അതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ? പിന്നെ ആശുറ ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ തീർത്തു തരട്ടെ. അൽഹംദുലില്ലാ കൊണ്ട് സന്തോഷം നേടി എത്ര കഥകളാണ് ഓരോ ദിവസം കേൾക്കണേ അല്ലേ? എന്തോരം സങ്കടങ്ങൾ പറഞ്ഞ ആളുകൾ അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയപ്പോൾ സങ്കടങ്ങളൊക്കെ മാറി പിന്നെ സന്തോഷത്തിൻ്റെ കഥകളാണ്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നിലനിർത്തുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. മുഹറം വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മുഹറം ആദ്യ പത്തിൽ നമ്മൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ ഒരു കൊല്ലം ആകപ്പാടെ പ്രയാസത്തിലാക്കും. ചിലപ്പോൾ മരിക്കുവോളം ബുദ്ധിമുട്ടിലായിരിക്കും, വല്ലാത്ത ഇടങ്ങേറിലാവും. നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകാൻ അത് കാരണമാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ. 5 കാര്യങ്ങളും പഠിച്ച് ജീവിതത്തിൽ അന്വർത്ഥമാക്കുമല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദെ, നമ്മുടെ ഈ സമ്മാനം എന്നാണ് കൊടുക്കുന്നത് എന്നാണ്. അൽഹംദുലില്ലാ, നമ്മൾ 1-1.5 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ സ്വഭാവൽ ഹെയറിൽ 1000 രൂപ സമ്മാനം കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഇൻഷാ അല്ലാഹ് ആശൂറ ദിവസം നടക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും. ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എല്ലാ ദിവസവും കമൻ്റ് ഇടുന്നതിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞു വെക്കുന്നുണ്ട്. ആ ആളുകൾ, അതായത് മുഹറം 1 മുതലല്ലേ ചോദ്യം തുടങ്ങിയത്, അപ്പോൾ ആ 10 പേരെ നമ്മൾ എന്ത് ചെയ്യും? 10 പേരും കൂടെ പേര് നറുക്കിട്ടിട്ട് ആശൂറ ദിവസം നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇൻഷാ അല്ലാഹ് 5000 രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഒരു പദ്ധതിയൊക്കെ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പിന്നെയും മറ്റ് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ ആദ്യ 10 ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. 1, പരിശുദ്ധമായ മുഹറം മാസത്തെ അനാദരിക്കുക. ഇപ്പോൾ മുഹറം എന്ന് പറഞ്ഞാൽ ഏറെ ബഹുമാനിക്കപ്പെടുന്നത് എന്നും കൂടെ ഒരു അർത്ഥം അതിനുണ്ട്. അപ്പം അള്ളാഹ് ബഹുമാനിച്ച സമയത്തെ നമ്മൾ ബഹുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ വല്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കാരണമാവും. അപ്പോൾ മുഹറം മാസത്തെ ബഹുമാനിക്കാതെ അള്ളാഹ് ബഹുമാനിച്ച സമയത്ത് അനാദരിക്കുന്ന തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഒരു കൊല്ലം മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഈമാൻ തന്നെ തെറ്റിപ്പോകാൻ അത് കാരണമാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും റമദാനൊക്കെ പരിഗണിക്കുന്നത് പോലെ നമ്മൾ മുഹറത്തെ പരിഗണിക്കാറില്ല. മുഹറം ഷഹറുള്ള, അള്ളാൻ്റെ മാസമാണ്. അള്ളാൻ്റെ മാസം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്ക് എത്രത്തോളം നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ ചില ആളുകളുണ്ട്, മുഹറത്തിൽ നമ്മളിങ്ങനെ ദിക്കറൊക്കെ ചൊല്ലിയിരിക്കുമ്പോൾ ചില കാക്കന്മാർ, ഇതെന്താ ഇപ്പം മുഹറമൊക്കെ ആയിട്ട് കുറേ ദിക്കറും സ്വലാത്തും, എന്തൂട്ടിനെ ഇപ്പം ഇതൊക്കെ. ഇവൻ്റെയൊക്കെ അന്ത്യം സൂക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹ് ബഹുമാനിച്ച നിമിഷങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ ഒരു ബഹുമാനക്കുറവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഒരു കൊല്ലം മാത്രമല്ല, നമ്മുടെ ലൈഫ് തന്നെ അവതാളത്തിലാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, മുഹറം തുടങ്ങി അല്ലേ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലേ, അവൻ തോറ്റുപോകും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. കാരണം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ഭയഭക്തി ഉണ്ട്. നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ല, നമ്മൾ വളരെ അലസരാണ്. നമ്മൾ മാത്രം നിസ്കരിച്ചാലും പോരാട്ടോ, നമ്മുടെ മക്കളൊക്കെ നിസ്കരിക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സുബ്ഹ് നിസ്കരിക്കാത്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് പിന്നെ ആകെ ഒന്നിനും കൊള്ളാത്ത വീടായി. അത് പിശാചിൻ്റെ സങ്കേതമായി മാറി. കാരണം നമ്മൾ പഠിച്ച ഹദീസുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുബ്ഹ് നിസ്കരിക്കാത്തൊരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കുമെന്നാണ്. പിശാച് മൂത്രമൊഴിച്ചൊരു വീട് പിന്നെ എന്തിനു കൊള്ളാം? അത് വൃത്തിയാക്കിയില്ലെങ്കിൽ, വൃത്തിയാക്കുന്നത് ദിക്റുള്ള കൊണ്ടാണ്. പക്ഷെ ആ ദിക്റ് ചൊല്ലാൻ മാത്രമുള്ള കൽബ് നമുക്ക് കിട്ടിയിട്ടില്ല. നിസ്കാരം പോലും ഉപേക്ഷിച്ച് കിടക്കണവന് പിന്നെ എന്ത് ദിക്റുള്ള? അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നിസ്കരിക്കാത്തവനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിസ്കരിക്കാത്തവന് കാഫിറാണെന്നാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത്. ഷാഫി ഇമാമാണ് പറഞ്ഞത് അങ്ങനെ കാഫിർ എന്ന് പറയണ്ട. നിസ്കാരത്തെ നിഷേധിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. നിസ്കരിക്കാത്തവന് നമ്മൾ കാഫിർ എന്ന് പറയണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി? തല വെട്ടിക്കളഞ്ഞാൽ മതി. നമ്മൾ വെട്ടാൻ പോകണ്ട. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് രാജാവ് ചെയ്യേണ്ട പണിയാണത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രത്തോളം ഗൗരവമാണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ. നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച്, അതായത് ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് വരുന്നതിനും ആയിരക്കണക്കിന് കൊല്ലം മുമ്പ്
നമ്മൾ ആത്മാക്കളുടെ ലോകത്ത് അള്ളാഹ് നമ്മളെ പടച്ചു വെച്ചിട്ടുണ്ട്. ആത്മാക്കളുടെ ലോകം. ആ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്തൊരു കരാറുണ്ട്. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സല. പടച്ചോനെ, ഞങ്ങളും കാഫിരീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരാണ് കേട്ടോ അള്ളാഹ്. അപ്പം ഞങ്ങൾ മുസ്ലിം ആണെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരായി? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിനോട് കരാറും ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് ആ കരാറിനെ കുറിച്ച് നമുക്ക് വല്ല ചിന്ത ഉണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നിസ്കാരമില്ലാത്ത തുടക്കമാണെങ്കിൽ ഒടുക്കം വളരെ മോശമായിരിക്കും. അപ്പം തൗബയുടെ മനസ്സോടുകൂടെ നഷ്ടപ്പെട്ടതൊക്കെ ഖളാ വീട്ടിയെടുത്ത് നിസ്കാരം മനോഹരമാക്കിയാൽ മുഹറത്തിലൂടെ ഒരു കൊല്ലം അടിപൊളിയാകും. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത, മൂന്നാമത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നൊരു കാര്യമാണ്. മുഹറം 10 പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നിമിഷമാണ്. മുഹറത്തിൽ ആദ്യ 10 അല്ലേ? ആ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാതെ പോവാന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊല്ലം നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. പ്രാർത്ഥിക്കാതെ ദുആയിനുള്ള തൗഫീക്ക് കിട്ടാതിരിക്കുക. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് യഥാർത്ഥത്തിൽ ദുആ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാനുണ്ട്. എന്നിട്ട് ഈ ആയുധം എടുത്ത് ഉപയോഗിക്കാതിരിക്കുന്ന നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ ആയുധം ഉപയോഗിക്കാൻ അറിയണം. അതേതാ, നിരന്തരം അള്ളാഹുവിലേക്ക് ദ്വാരക്കണം, ദുആകൾ കൊണ്ട് സമ്പന്നാക്കണം. നമ്മൾ രാത്രി 7:15 നടത്തുന്ന മജ്ലിസിൽ, ദുആഇന്റെ മജ്ലിസാണ്, പ്രാർത്ഥനയുടെ സദസ്സാണ്, എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? വളരെ കുറച്ച് ആളുകളല്ലേ. ബാക്കിയുള്ളവർക്കൊക്കെ എവിടെ സമയം? എല്ലാവരും തിരക്കിലാണ്. ഇത് ഏറ്റവും വലിയ തൗഫീഖില്ലായ്മയാണ്. ഒരു കൊല്ലം നഷ്ടപ്പെടാൻ ഇത് കാരണമാണെന്ന് അള്ളാഹിന്റെ ഔലിയാക്കൾ പഠിപ്പിക്കാൻ. അപ്പോൾ ദുആഇന് വേണ്ടിയിട്ട് ഈ ഒരു മാസം അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ചതാണ്. അപ്പോൾ ദുആഇന്, അതുപോലെ തന്നെ ദുആഇന്റെ മജ്ലിസുകളോടൊക്കെ താല്പര്യമില്ലാതാകുന്നത് നമ്മുടെ ഒരു കൊല്ലം നഷ്ടപ്പെടുത്തി കളയാൻ കാരണമാണെന്നാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, അത് വളരെ ഗൗരവമാണ്. പിണങ്ങി നിൽക്കുക എന്നുള്ളതാണ്. പിണങ്ങി നിൽക്കുക. നമ്മളിങ്ങനെ വീട്ടിൽ ഭാര്യയോട് മക്കളോടൊക്കെ പിണങ്ങി, കുടുംബക്കാരോട് പിണങ്ങി നിന്നാൽ അള്ളാഹു നമ്മുടെ ഒരമലും പരിഗണിക്കൂല. ഒരമലും അള്ളാഹ്ക്ക് വേണ്ട. ഈ മുഹറം ആദ്യ 10 പോലും ആ പിണക്കങ്ങൾ തീർക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം തകരും. ഒരു കൊല്ലം പോയിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ തകരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഭാര്യയോട് മക്കളോടൊക്കെ മാന്യമായിട്ട് പെരുമാറുക, നല്ല നിലക്ക് പെരുമാറുക. മനസ്സിലാവുന്നുണ്ടോ? നല്ല നിലക്ക് പെരുമാറുക, അവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി അഞ്ചാമത്തേത്, നമ്മുടെ കുടുംബത്തോട്, പ്രത്യേകിച്ച് ഭാര്യയോടും മക്കളോടും പ്രയാസമുണ്ടാക്കരുത്. അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഗതി നമ്മിൽ നിന്നുണ്ടാകരുത്. പ്രത്യേകിച്ച് ഭാര്യമാരോട് പറയണം, ഭർത്താക്കന്മാർക്ക് പരസ്പരം തൃപ്തി നിങ്ങൾ കാംക്ഷിക്കണം കേട്ടോ. പരസ്പരമുള്ള തൃപ്തി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭാര്യയുടെ ആകട്ടെ മക്കളുടെ ആകട്ടെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ വേദനിപ്പിക്കുന്ന ആളുകളായിട്ട് മാറരുത്. ചില ഭർത്താക്കന്മാരെ കുറിച്ചുള്ള കമൻറ്റ് വളരെ സങ്കടം തോന്നി. വെറുതെ കുത്തുവാക്കുകൾ കൊണ്ട് ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവളുടെ ഉമ്മാനെ വിളിക്കും, അവളുടെ വാപ്പാനെ കുറിച്ച് പറയും. ഇങ്ങനെ പറഞ്ഞ് അവരുടെ വാപ്പ ചെയ്ത ഏതോ തെറ്റിൻ്റെ പേരിൽ നിരന്തരം ഇവളെ ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് അവളുടെ നെഞ്ചിങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഭർത്താക്കന്മാരാണ്, ഭാര്യമാരാണ് നിങ്ങളെങ്കിൽ, ഭർത്താവിൻ്റെ ഉമ്മ ചെയ്തതും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ നെഞ്ചത്ത് കുത്തി വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാക്കും. മക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്, മക്കളെ പ്രയാസപ്പെടുത്തരുത്. ചില മാതാപിതാക്കൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മക്കളെ പലതും പറഞ്ഞു പോകാറുണ്ട്. ദേഷ്യം അത് ശൈത്വാനിൽ നിന്നുള്ളതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം വരുമ്പോൾ അഊദ് പറഞ്ഞോ, നിൽക്കുകയാണെങ്കിൽ ഇരുന്നോ, ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റോ, അല്ലെങ്കിൽ കിടന്നോ. കാരണം ദേഷ്യം വളരെ ഡേഞ്ചറാണ്. നിങ്ങളല്ലാതാക്കി മാറ്റുന്ന സംഗതിയാണ് ദേഷ്യം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ മക്കളെ നശിപ്പിച്ചു കളയും. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനത്തെ വാക്ക് വന്നു പോയി കഴിഞ്ഞാൽ അള്ളാഹ് എങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്ര ഗൗരവമാണത്. ബസമഖ്ശരി ഇമാമ് പറയുന്നുണ്ട്, മഹാനായ ഇമാമിന് ചെറുപ്പത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ചെറിയൊരു പ്രാണിയുണ്ട്. ആ പ്രാണീനെ പിടിച്ചിട്ട് അതിൻ്റെ കാലൊടിച്ച് വിടും, കാലങ്ങൾ ഒടിച്ചു കളയും. ചെറിയ കുഞ്ഞാണ്, അതിനറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഉമ്മ ഒരിക്കലും പറഞ്ഞു, എടാ അങ്ങനെ ചെയ്യല്ലേ ഏട്ടാ, അങ്ങനെ ചെയ്താൽ നിന്റെ കാലും അള്ളാഹ് ഒടിച്ചു കളയും, നിന്റെ കാലും ഒടിച്ചു കളയും. ജമഖ്ശരി ഇമാമ് വലുതായി, വലിയ ഇമാമായി, ഫിഖ്ഹിന്റെ അപ്പോസ്തലനായി, വലിയ മഹാനായി. ഒരിക്കലും അവിടുത്തെ കാലൊടിയാണ് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്. വിശാലമായിട്ട് ചരിത്രത്തിലേക്ക് കടക്കണില്ല. അന്ന് മഹാനവറുകൾ പറഞ്ഞതാണ്, എൻ്റെ ഉമ്മയുടെ ദ്വയാണ്, എൻ്റെ ഉമ്മയുടെ വാക്കാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ സൂക്ഷിക്കണം കേട്ടോ. മക്കളെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞു പോരുത്. ഇത് നിനക്ക് തിരിച്ചു കിട്ടും, ഇത് നിനക്ക് അനുഭവിക്കും. ഈ അനുഭവിക്കുമെന്ന് പറയല്ലേ. മക്കൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നേർക്കണ്ണുകൊണ്ട് കാണേണ്ടി വരും. വലിയ വലിയ ഡേഞ്ചറസ് ആയ സംഗതിയാണത് എന്നാണ്. ഒരിക്കലും ശാപത്തിൻ്റെ വാക്കുകൾ മക്കളോട് പറയരുത്. ഒടുക്കത്ത പണ്ടാരടങ്ങാനായിട്ട് ഈ പണ്ടാരത്തിനോടൊക്കെ പറഞ്ഞതാണ്. ഇവിടെ ശാപവാക്ക് ഫിർഔൻ, അതുപോലെ തന്നെ ഹാമാൻ, അതുപോലെ അബൂലഹബ്, അബൂജഹൽ, അങ്ങനെയുള്ള ശൈത്വാന്മാർക്ക് നേരെ ഉപയോഗിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ മക്കൾക്ക് നേരെ അങ്ങനെ ഉപയോഗിക്കരുതേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഅ്മിനായാൽ അവൻ ശപിക്കില്ല കേട്ടോ. മുഅ്മിൻ ശപിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസുണ്ട്, ഒരാളെ ശപിച്ചാൽ
ആ ശാപം ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകും. അവിടെ അത് സ്വീകരിക്കപ്പെടൂല, അതിങ്ങനെ താഴത്തേക്ക് വരും. ഇവന്റെ വലതു ഭാഗത്തേക്ക് പോകും, ഇടതുഭാഗത്തേക്ക് പോകും. ഇവനെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവസാനം ഇവൻ ആരെയാണോ ശപിച്ചത് അയാളിലേക്ക് പോകും. അയാൾ ശാപത്തിന് അർഹനല്ലെങ്കിൽ ആ ശാപം സ്വന്തത്തിലേക്ക് തിരിച്ചു വരും. നീ നന്നാവൂലടാ, നീ ഗുണം പിടിക്കൂലടാ എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അവനത് വാങ്ങാൻ അർഹനല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മളിലേക്ക് വരും. അപ്പം നമ്മൾ ഗുണം പിടിക്കാതായി പോവും, നമ്മൾ നന്നാകാതായി പോവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മക്കൾ ശാപത്തിന് അർഹരാണോ? കുഞ്ഞുങ്ങൾ, അത് നിങ്ങൾക്ക് വല്ലതും അറിയോ? അപ്പോൾ ആ മക്കളെ നോക്കിയിട്ട് പണ്ടാരം പിടിക്കാൻ നീക്ക് ഒടുങ്ങും, നീക്ക് അനുഭവിക്കുമെന്ന് എങ്ങാനും ഒരു വാപ്പായും ഉമ്മായും പറഞ്ഞു പോയാൽ ആ കുഞ്ഞിനോട് പറഞ്ഞ അതേ സംഗതി നിങ്ങളിലേക്ക് പിടിക്കും. നിങ്ങൾ ഒരിക്കലും ഗുണം പിടിക്കാതെ അള്ളാന്റെ തൃപ്തിയില്ലാതെ അനുഭവിച്ച് ഭരിക്കുന്ന ഒരവസ്ഥയുണ്ടോ? ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. കുഞ്ഞു മക്കളാണ്, അതുങ്ങൾക്ക് നല്ലതും തെറ്റൊന്നും അറിയാൻ പാടില്ല. അവരതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. കുസൃതി ഉണ്ടാവും. കുസൃതി ഇല്ലാത്ത കുഞ്ഞിനെ പിന്നെ എന്തിനു കൊള്ളാം? ഒരു കുട്ടി കുസൃതി ഒന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഒന്ന് കളിയും ചിരിയൊക്കെ ഉണ്ടാവാൻ കൊതിയാവണമെന്നാണ്. ഏതെങ്കിലും കുട്ടി കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, അത് ആ കുട്ടിയുടെ വളർച്ചയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. കുട്ടി നല്ല ഉഷാറായിട്ട് വളരുകയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകേണ്ടത്. ചില കുട്ടികൾ മാഷാ അല്ലാഹ് നല്ല ആക്റ്റീവാണ്. ആ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ കൊച്ചു വികൃതികൾ കാണുമ്പോഴേക്ക് ഒടുക്കത്ത പണ്ടാറാണ് ഞാൻ പറയല്ലേ ഉമ്മ. ആ കുഞ്ഞ് അനുഭവിക്കുന്നത് നിങ്ങൾ നേർക്കണ്ണ് കൊണ്ട് കാണേണ്ടി വരും. കുഞ്ഞുങ്ങൾക്ക് നല്ലത് ദുആ ചെയ്യണം. കുഞ്ഞുങ്ങളോട് ചില എന്തോരം ദ്വാരത്തിട്ടും കാര്യമില്ല, എന്ത് ദ്വാരക്കാൻ പറയല്ലേ. യാക്കൂബ് നബി 30 ചില്ലുവാനും കൊല്ലമാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി ദ്വാരുന്നത്. അത്രയും കൊല്ലം ദ്വാരന്നിട്ടാണ് മക്കൾ നന്നായി കിട്ടിയത്. നമ്മൾ ദ്വാരുന്നു അത്രയും. ആലോചിച്ച് നോക്കി. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ഒരിക്കലിങ്ങനെ മഗ്‌രിബിൻ്റെ സമയത്തൂടെ ഇങ്ങനെ വരുമ്പോൾ കുറേ ചെറുപ്പക്കാരെ കള്ളും കുടിച്ചിങ്ങനെ ബോട്ടിലിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞു, തങ്ങളെ അവന്മാർ നശിച്ചു പോകാൻ വേണ്ടി ഒന്ന് ദ്വാരക്കട്ടോ. അന്നെന്താ നമുക്ക് ദ്വാരക്കാന്ന് പറഞ്ഞു. എന്താ ദ്വാരക്കണത്? അവന്മാർ നശിച്ചു പോകാനൊന്ന് ദ്വാരക്കണം എന്ന്. ഇവന്മാരാണ് ഈ മക്കളൊക്കെ ചീത്താക്കണത്. ഇവന്മാരൊന്നും ഇല്ലാണ്ടായാൽ സമാധാനമായി എന്ന് മഅറൂഫുൽ ഖർഹി തങ്ങൾ ദ്വാരക്കണം. പഠിച്ചോനെ, ഈ ചെറുപ്പക്കാർ ഇവിടെ സന്തോഷിക്കുന്നത് പോലെ നാളെ സ്വർഗത്തിലും സന്തോഷിക്കാനുള്ള അവസരം നീ കൊടുക്കണേ അല്ലാഹ്. ഇതാ ദുആ. ഇവിടെ സന്തോഷിക്കണത് പോലെ അവർക്ക് എവിടെ സന്തോഷിക്കാൻ പറ്റണം? സ്വർഗത്തിൽ സന്തോഷിക്കാൻ പറ്റണം. അതിനെന്ത് വേണം? ഇവിടെ അവർ നന്നാകണം. അപ്പോൾ ഇവരെ നന്നാക്കണേ എന്നാണ് മഹാനായ മഅറൂഫുൽ ഖർഹി എന്ന വലിയ ജ്ഞാനി വലിയ അള്ളാഹുവിനോട് ദ്വാരക്കുന്നത്. ഈ സ്വഭാവമാണ് നമ്മളിൽ വേണ്ടത്. മക്കളെക്കുറിച്ച് നല്ലത് ദ്വാരക്കാം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഈ മുഹറം ആദ്യ 10 നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ചിലർ ചോദിച്ചു, ഉസ്താദേ മുഹറം ആദ്യ 10 നല്ലത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ എന്നാണ്. അത് വെറും അന്ധവിശ്വാസമാണ്. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുന്നത് മുഹറം 10-നാണ്. ആ മുഹറം 10 പോലും സങ്കടപ്പെട്ടിരിക്കാൻ നമ്മളോട് പറയണില്ല. ഹുസൈനാര് തങ്ങളെ ഓർക്കണം, അവിടുത്തെ മദ്ഹുകൾ പറയണം, അവിടുത്തെ വീര കഥകൾ പറയണം. അതൊക്കെ യാഥാർത്ഥ്യമാണ്, അതൊക്കെ വേണ്ടതാണ്. അത് സുന്നിയായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. അല്ലാതെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് ഷിയാക്കൾ ചെയ്യണത് പോലെ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. ഹുസൈനാര് തങ്ങളുടെ വഫാത്ത് അത് നമുക്ക് വലിയ വിഷമം തന്നെയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വഫാത്തായി കഴിഞ്ഞാൽ 3 ദിവസമാണ് സങ്കടത്തിൻ്റെ ദിവസം, ദുഃഖാചരണം. ഭാര്യയ്ക്ക് മാത്രമാണ് 4 മാസവും 10 ദിവസവും. കൊല്ലം സങ്കടപ്പെടാനല്ല നമ്മൾ ആണ്ട് നടത്തുന്നത് അവർക്ക് എന്തെങ്കിലും നന്മകൾ ഖബറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മഹാന്മാരാണെങ്കിൽ അവർക്ക് ആ നന്മ ഹദിയ ചെയ്യുന്നതിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഹുസൈനാരുടെ വഫാത്തും പറഞ്ഞ് പല ആളുകളും ഷീഈ പ്രചരണം നടത്തി അതിങ്ങനെ നമ്മൾ 1 മുതൽ 10 വരെ സങ്കടപ്പെട്ടിരിക്കണം എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ ചില ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ 1 മുതൽ 10 വരെ പണ്ടത്തെ ആൾക്കാർ വേറെ പരിപാടികളൊന്നും നടത്താതിരുന്നത്? അത് ഈ ഷിയാക്കളുടെ ആരോപണം, വഹാബികൾ പറയുന്നത് പോലെ ഷീഈ മെൻറ്റാലിറ്റി ഉണ്ടായത് അതുകൊണ്ടൊന്നും അല്ല. അവർ 1 മുതൽ 10 വരെ നോമ്പ് പിടിച്ചിരുന്നു. ആശുറ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള പരിപാടി. അത്ര നല്ല മഹത്വമുള്ള ദിവസങ്ങളാണെന്ന് കരുതിയിട്ട് 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കും. അപ്പോൾ കല്യാണം എന്നാൽ ആശുറ കഴിയട്ടെ, വീട് താമസം ആശുറ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ശരിക്കും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളാണ്. കാരണം അള്ളാഹ് അത്ര ബഹുമാനിച്ച, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്ത മനോഹര നിമിഷങ്ങളാണ്. അതുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്യാൻ പറ്റിയ സമയമാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ സാധാരണ മാസങ്ങളിൽ നെഹ്സ് ഉള്ളതുപോലെ തന്നെ മുഹറം മാസത്തിലും നെഹ്സ് ഉണ്ട്. അത് ഈ ആദ്യത്തെ മുഴുവനും 1 മുതൽ 10 വരെ മുഴുവൻ നെഹ്സാണ്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. സാധാ മാസങ്ങളിൽ 2-3 ദിവസം നെഹ്സ് ഉണ്ടാവും. അതുപോലെ മുഹറത്തിലും കുറച്ച് ദിവസങ്ങളിൽ നെഹ്സ് ഉണ്ട്. അതെല്ലാ മാസത്തിലുള്ളതുപോലെ സ്വാഭാവികമാണ്. അതിലിപ്പോൾ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, മുഹറത്തിൽ ഒരു ദിവസം വളരെ ഡേഞ്ചറാണ്. അത് മുഹറം 12
അന്ന് പുതിയ നന്മകൾ, പുതിയ സാമ്പത്തിക ഇടപാടുകൾ, വീട് താമസങ്ങൾ, വീട് നിർമ്മാണം തുടങ്ങൽ, കച്ചവടം തുടങ്ങൽ മുഹറം 12 തുടങ്ങാതിരിക്കലാണ് നല്ലത്. ഇനി അന്ന് തുടങ്ങിയേ പറ്റൂന്നുണ്ടെങ്കിൽ നിങ്ങൾ തവക്കുൽ ചെയ്തങ്ങ് ഇറങ്ങിക്കോ, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിറങ്ങിക്കോ എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ 1 മുതൽ 10 വരെ അങ്ങനെ അപകടം പിടിച്ച ദിവസങ്ങളൊന്നുമല്ല. അപ്പോൾ ഏതായാലും മുഹറം ആദ്യ 10 വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമ്മുടെ ജീവിതം ധന്യമാകാൻ, നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക നോട്ടം നമുക്ക് ലഭിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടൊക്കെ ധന്യമാക്കുക, ഭംഗിയാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 5000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം, മനോഹരമായൊരു ചോദ്യം നമുക്കിന്ന് ചോദിക്കാം. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, പല ആളുകളും ഉദാഹരണമാക്കുന്ന പ്രണയവിവാഹമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രേമിക്കാനായിട്ട് തെളിവ് ചോദിക്കുമ്പോൾ നമ്മൾ ഉസ്താദന്മാർ പറയും, മക്കളെ കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രേമിക്കേണ്ടത്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അലിയാരും ഫാത്തിമ ബീവിയും പ്രേമിച്ചില്ലേ? അപ്പോൾ ഉസ്താദന്മാരൊക്കെ പെട്ടോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും പ്രണയിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? എങ്ങനെ? അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും പ്രണയിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയം കൂടെയാണ്. അപ്പം നാളെ നമുക്കതിൻ്റെ ഉത്തരം കൂടെ പറയണം. ഏതായാലും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മജ്‌ലിസിലും കൃത്യമായിട്ട് പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനുർ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ തൃപ്തി തരണേ അല്ലാ. നിന്റെ തൃപ്തിക്കനുസൃതമായ ജീവിതം തരണേ അല്ലാ. മുഹറം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. നന്മകൾ ഒരുപാട് ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്വബാഹുൽ ഖൈറിലും മറ്റു മജ്‌ലിസുകളിലും എല്ലാം പങ്കെടുത്ത് ജീവിതം ധന്യമാക്കണമെന്ന് കൊതിക്കുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. യാ റബ്ബന, ഈ സ്വബാഹുൽ ഖൈർ ഖിയാമത്ത് വരെ നിലനിർത്തണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അസുഖബാധിതർ ഒരുപാടുണ്ട്, ശിഫാ നൽകണേ അല്ലാ. മക്കളെ തരണേ അല്ലാ. ഉള്ളവരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ ലിഖായിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.